ഒന്നാമത് നമ്മുടെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് വന്ന് ബോളർമാരുടെ ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഫ്ലാറ്റ് ട്രാക്ക് ആണ്, റോഡ് പോലുള്ള ഫ്ലാറ്റ് ട്രാക്ക് ഉണ്ടാക്കി വെച്ച് ബോളർമാരെല്ലാം അടികൊണ്ട് അച്ചാറായിരിക്കുകയാണ്. അമ്പാട്ടി റായുഡുവിനെ പോലെയുള്ളവർ ഇത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ബാറ്റിംഗ് ഓർഡർ ഉണ്ടാക്കാൻ പോകുന്ന നാശത്തിനെക്കുറിച്ച് സൂചനയും നൽകി. മുഹമ്മദ് സിറാജും കഴിഞ്ഞ മത്സരത്തിന് ശേഷം അതിനെക്കുറിച്ച് വിലപിച്ചിരുന്നു. ഇപ്പം ഡെയ്ൻ ബ്രാവോ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ബോളർമാരങ്ങനെ അടികൊണ്ട് അച്ചാറാവാനൊന്നും പോകുന്നില്ല എന്നുള്ള ആത്മവിശ്വാസ പ്രകടനമായിട്ടാണ്. കാരണം ഇപ്പോൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ബോളർമാർ അടികൊള്ളുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബോളർമാർക്ക് അവരുടെ കഴിവിൽ വിശ്വാസമില്ല. ബോളർമാർക്ക് കൃത്യമായി യോർക്കറുകൾ എറിയാൻ കഴിയുമോ ഇല്ലയോ എന്ന് തങ്ങളുടെ കഴിവിൽ വിശ്വാസക്കുറവ് ഉള്ളതുകൊണ്ട് അവർ യോർക്കർ എറിയാൻ നിൽക്കാതെ മറ്റു ബോളുകൾ എറിയുകയും അതുവഴി അടി വാങ്ങിക്കുകയും ചെയ്യുമെന്നാണ് ഡെയ്ൻ ബ്രാവോ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ബ്രാവോ അദ്ദേഹത്തിൻ്റെ സ്ലോ ബോളുകൾ കൊണ്ട് സൃഷ്ടിച്ച അത്ഭുതങ്ങളൊന്നും നമ്മൾ മറക്കത്തില്ല. എത്ര ക്രൂഷ്യലായിട്ടുള്ള, എത്ര മാരകമായിട്ട് അടിക്കുന്ന ബാറ്റ്സ്മാനെയും തൻ്റെ ആ മാരകമായിട്ടുള്ള സ്ലോ ഡെലിവറികൾ കൊണ്ട് അത്ഭുതപ്പെടുത്താൻ ബ്രാവോയ്ക്ക് പറ്റുമായിരുന്നു. ഇപ്പം നമ്മുടെ വെസ്റ്റ് ഇൻഡീസിൻ്റെ പുള്ളിയുണ്ടല്ലോ ആന്ദ്രെ റസലും അതുപോലെ കൃത്യമായിട്ട് സ്ലോ ഡെലിവറികൾ എറിയുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ട്രെയിനിങ് സെഷനിൽ ഞങ്ങളുടെ ബോളർമാരെ ഞങ്ങൾ യോർക്കർ എറിയാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ട്രെയിനിങ് സെഷനിലും ഓരോ ബോളറും കുറഞ്ഞത് 12-14 യോർക്കറുകളെങ്കിലും എറിയും. ഞങ്ങളുടെ ബോളർമാർ യോർക്കർ എറിയാനുള്ള അവരുടെ കഴിവിൽ വിശ്വസിച്ച് അടികൊള്ളാത്ത ചെണ്ടകളായി മാറും എന്നാണ് പറയുന്നത്. ഇപ്പം ബ്രാവോയുടെ അവകാശവാദം വെറുതെയാണെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ചെന്നൈക്കെതിരെ അത്ര വലിയ സ്കോറുകളൊന്നും അധികം ആരും അടിച്ചെടുക്കുന്നില്ല. അത് ബോളർമാരുടെ മികവ് തന്നെയായിരിക്കും. ഇപ്പം തുഷാർ ദേശ്പാണ്ഡെയൊക്കെ ഒരു സമയത്ത് ചെണ്ടയായിരുന്നിട്ട് പോലും ഇപ്പോൾ അത്യാവശ്യം എക്കോണമി മെയിൻറ്റെയിൻ ചെയ്ത് എറിയാൻ കഴിയുന്നുണ്ട്. സോ ബ്രാവോയുടെ അവകാശവാദങ്ങൾ ഏകദേശം സത്യമായി വരുന്നുണ്ട് എന്ന് വേണം പറയാൻ.